ഞാൻ വിശേഷിച്ചൊരു കാര്യം പറയാൻ വന്നതല്ലേ. എന്നാ നീ വന്ന കാലം നിൽക്കാതെ കസേരി വലിച്ചിട്ടി. ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. സത്യത്തില് ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. എന്താ ഞാൻ തുമ്മിതാ. പോടാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നുണവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. ഞങ്ങൾ അങ്ങനെ നുണയൊന്നും പറയുന്ന പാർട്ടീസ് അല്ല. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ. സെപ്റ്റംബർ 13 ബ്ലഞ്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. സാറിന്റെ വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാനും കഴിയുന്നില്ല സാറ്. കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളവള ഓരോന്ന് വിളിച്ചു പോരുതെന്ന്. ഉത്തരം മുട്ടപ്പോ കൊഞ്ഞനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറെ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വെള്ളത്തിനായിട്ട് വിഴുങ്ങുന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത്? ലക്ഷ്മിപ്രിയ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പ്ലീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. പോയിട്ട് വരാം.